നമുക്ക് അവിടേക്ക് പോകാം. അല്ലമീൻ്റെ അടുത്ത്. അതെ, മുണ്ടക്കയിൽ സുദേവന്റെയും നാസറിന്റെയും വീട്ടുപരിസരത്ത് ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. അവിടെയാണ് അല്ലമീൻ ഉള്ളത്. അരുൺ, സ്മൃതി, മുണ്ടക്കൈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ തന്നെ രക്ഷാസംഘങ്ങൾ ഇവിടെ പരിശോധന നടക്കുകയാണ്. ഇവിടെ ഈ ദുരന്തമുണ്ടായ ആദ്യ ദിവസം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയ 2 പേരുകളാണ് നാസറും സുദേവനും. അവിടെ നിന്ന് ഇനിയും ചില മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട്. അതിനോടൊപ്പം ആ വീടിന്റെ തന്നെ തൊട്ടടുത്ത മറ്റൊരു വീട് കൂടിയുണ്ട്. അവിടെ 3 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ആ 3 പേരെയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അവരെ ലഭ്യമാക്കുന്നതിന് വേണ്ടി, കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ്. ഇതിപ്പോൾ വലിയ ഹിറ്റാച്ചിയൊക്കെ ഇവിടേക്ക് വന്ന മണ്ണ് മാറ്റുന്നുണ്ട്. വലിയ പാറക്കൂട്ടങ്ങളാണുള്ളത്. ഇവിടെ രക്ഷാപ്രവർത്തകർ പറയുന്നത് 3 മൃതദേഹങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ പരിശോധനയിൽ ഇവിടെ നിന്ന് 3 മൃതദേഹങ്ങൾ ലഭിക്കുമെന്ന് സമീപവാസികൾ പറയുന്നുണ്ട്. സൈന്യത്തോടൊപ്പം ഈ രക്ഷാസംഘത്തോടൊപ്പം പ്രദേശമറിയുന്ന പ്രദേശവാസികളായ ചില ആളുകൾ കൂടി ഒപ്പമുണ്ട്. അവരാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും രക്ഷാസംഘത്തിന് സഹായകമായ രീതിയിലുള്ള വിവരങ്ങളൊക്കെ നൽകുന്നതും. ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് എടുക്കാം. അവർക്ക് ഈ പ്രദേശം സംബന്ധിച്ച് കുറച്ചുകൂടി ധാരണയുള്ള ആളുകൾ കൂടിയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു ആളിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണം. JCB വന്നപ്പോൾ അദ്ദേഹം അപ്പുറത്തേക്ക് മാറി. നമുക്കിപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാം. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 3 മൃതദേഹം ഈ വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കാനുണ്ട്. അപ്പം നാസറിന്റെ വീട്ടിൽ നിന്നും സുദേവന്റെ വീട്ടിൽ നിന്നും ചില മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് സമീപവാസികളും ഈ പ്രദേശം അറിയുന്നവരുമൊക്കെ നമ്മളോട് പങ്കുവെച്ച വിവരം. രാവിലെ JCB ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പാറക്കൂട്ടങ്ങളാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ പാറക്കൂട്ടങ്ങൾ മാത്രമല്ല, വലിയ വടവൃക്ഷങ്ങൾക്ക് സമാനമായിട്ടുള്ള വൃക്ഷത്തിന്റെ വേരും അതിന്റെ ഇതൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് ഈ മണ്ണ് മാറ്റുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ചെറിയ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതെന്തിൻ്റെതാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ അവിടുന്ന് വലിച്ചു നീക്കുകയാണ് ആ JCBയുടെ കൈകൊണ്ട്. പ്രധാനമായും ഇന്ന് ഈ മുണ്ടക്കയിൽ ഈ മേഖലയിൽ ഈ വീട് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. കാരണം 3 പേരുണ്ട് എന്ന് പറഞ്ഞു. ആ 3 പേരെയും ലഭിച്ചിട്ടില്ല, അവർ കണ്ടെത്തിയിട്ടില്ല. മറ്റെവിടെ നിന്നും അവരുടെ മൃതദേഹം ലഭിച്ചിട്ടുമില്ല. അപ്പോൾ കടാവർ നായകളെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ വീട്ടുപരിസരത്ത് കടാവർ നായകളെയും കൂടി എത്തിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കടാവർ നായകളുടെ സേവനം ലഭ്യമാക്കുന്നത്. നിലവിൽ 10 കടാവർ നായകളാണ് ആ അർത്ഥത്തിൽ ഈ പ്രദേശത്ത് പരിശോധനാ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയും എത്തിയിട്ടുള്ളത്. 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. 6 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 4 കടാവർ നായകളെ കൂടി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ 10 കടാവർ നായകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് ഈ മേഖലയിൽ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു കടാവർ നായയെ കാണുകയും ചെയ്യാം. ഈ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് എങ്കിൽ, ഈ വീട്ടിൽ നിന്ന് കാണാതായ 3 പേർ ഇവിടെ ഉണ്ട് എങ്കിൽ, സ്വാഭാവികമായും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായയുടെ സഹായവും JCB ഉൾപ്പെടെ ഇവിടെ എത്തിച്ചു നടത്തുന്ന പരിശോധനയുമൊക്കെ കൊണ്ട് ഉപകരിക്കുകയും ചെയ്യും. നാളെ ഈ ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം കൂടി ഇവിടെ എത്തിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളും മുന്നോട്ട് പോവുകയാണ്. നമുക്കിവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ചിലരുടെ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് ആരായാമെന്ന് തോന്നുന്നു. ഇന്ന് ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? ഇന്ന് ഇവിടെ 3 ബോഡി ഉണ്ടെന്നാണ് പറയുന്നത്. വീട്ടിലുള്ള 3 പേരുണ്ടായിരുന്നു. അവരെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. ഇത് പക്ഷേ വലിയ കൂടുതൽ ചളി ഉണ്ടായിട്ടില്ല. ഉയർന്ന പ്രദേശത്താണുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികളൊക്കെ പറയുന്നത് അവരിവിടെ തന്നെ ഉണ്ടായിരുന്നതാണോ? ഇവിടെ 2 പേരുണ്ടായിരുന്നു. 2 പേര് ഇപ്പോൾ കൂടുതലാൾ അങ്ങനെ കടത്തി വിടാത്തത് കൊണ്ട് 2 പേര് ഈ വീട്ടിനെ ഒക്കെ ശരിക്കുള്ളതിന്റെ അയൽവാസിയായ 2 പേര് ഈ പരിസര പ്രദേശത്തുണ്ട്. അവരാണ് നമുക്ക് സൈറ്റ് കാണിച്ചു തരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധനയിൽ ഉണ്ടായിരുന്ന ആളാണോ? കഴിഞ്ഞ വർഷം പരിശോധന. ഇന്ന് എന്താണ് വ്യത്യാസം? കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ സംവിധാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? ഇന്ന് ഇറ്റാച്ചി സംവിധാനം നമ്മളെ മിലിറ്ററിയുടെ പല വർക്ക് കഴിഞ്ഞതോടെ കൂടുതൽ ഇറ്റാച്ചി സംവിധാനങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് നല്ല രീതിയിൽ എന്താക്കാൻ പറ്റുന്നുണ്ട്, രക്ഷാപ്രവർത്തനം പുരോഗമിക്കാൻ പറ്റുന്നുണ്ട്. മറ്റ് മുമ്പൊക്കെ നല്ല മഴയും വെള്ളവും ചളിയും കാരണം കൊണ്ട് ടൂൾസുകളൊക്കെ കറണ്ടില്ലാത്തത് കൊണ്ട് ടൂൾസൊക്കെ മാനുവലായിട്ടാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇറ്റാച്ചി കയറിയത് കൊണ്ട് സ്ലാബുകളും മറ്റ് കോൺക്രീറ്റ് ഒക്കെ ഇന്ന് നീക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ബോഡികളൊക്കെ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. കാലാവസ്ഥ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ മുതലേ ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ഇന്ന് അനുകൂലമായ നല്ല കാലാവസ്ഥയാണ്. അത്തരത്തിലൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ന് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ആൾ കൂടി ഇന്ന് ഇവിടെ ഇപ്പം 3 ബോഡികളുണ്ട് എന്നുള്ള ഒരു നിഗമനമുള്ളത്. ഒന്ന് സുദേവന്, പിന്നെ സുദേവന്റെ ഭാര്യ, പിന്നെ അമ്മ. ഈ 3 പേരുടെ പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ രാവിലെ 32 അംഗ സംഘം രാവിലെ തന്നെ നമ്മളിവിടെ തെളിച്ച് തുടങ്ങിയിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ സ്പേസ് തന്നെ നോക്കിയിട്ട് തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് വെച്ച് നോക്കുമ്പോഴും
മിസ്സിംഗ് ആയ ആളുടെ പിന്നെ റിലേറ്റീവ്സ് വെച്ച് പറയുന്നത് നോക്കുമ്പോഴും ഇവിടെ 3 പേരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവർ പോയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് കിട്ടിയ സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ പിന്നെ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഈ സ്പേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ വീട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് അവരുടെ ഡോക്യുമെന്റ്സ് ഉള്ളത്. പിന്നെ വീടിന്റെ അവശിഷ്ടങ്ങളും ഈ പ്രദേശത്ത് പിന്നെ അതായത് ബെഡ്റൂമിന്റെ അകത്തുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. എന്ത് ഡോക്യുമെന്റ്സാണ് കിട്ടിയത്? പിന്നെ അവിടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ള പിന്നെ വീട്ടിൽ മറ്റുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെയാണ് 3 പേരും ഈ മണ്ണിനടിയിൽ തന്നെ പൊതിഞ്ഞ് കിടപ്പുണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലിലും പ്രതീക്ഷയിലുമാണ് പോകുന്നത്. എന്ന് മാത്രമല്ല ഈ രക്ഷാപ്രവർത്തകരുടെ മുഖത്തൊക്കെ എന്തൊരു ആത്മവിശ്വാസം തെളിയുന്നുണ്ട്. അതിനുള്ള കാരണം നേരത്തെ നമ്മൾ സംസാരിച്ച ആ സുഹൃത്ത് തന്നെ പറഞ്ഞതാണ്. ഒന്ന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനായിട്ടുണ്ട്. ഹിറ്റാച്ചി ഉൾപ്പെടെ JCB ഉൾപ്പെടെ ആ വേലി പാലത്തിലൂടെ ഇവിടേക്ക് കടത്തിവിടാൻ ഈ പ്രദേശത്തേക്ക് നേരിട്ടെത്തിക്കാനായി ഇന്നലെ കൈകൊണ്ട് വെട്ടിമാറ്റുകയായിരുന്നു. വെട്ടുകത്തിക്കും മറ്റും വെട്ടിമാറ്റുന്നു, മൺവെട്ടി കൊണ്ട് വെട്ടിമാറ്റുന്നു, കോൺക്രീറ്റ് കട്ടർ കൊണ്ട് വെട്ടിമാറ്റുന്നു. അതെല്ലാം ഇന്ന് വളരെ എളുപ്പത്തിൽ ഈ JCBയുടെ സഹായത്തോടെ മാറ്റാനാകുന്നു. തുടർച്ചയായിട്ട് നമുക്ക് ലൈവ് വേണം. ഞാൻ അല്ലമീനിലേക്ക് ഞങ്ങൾ തിരിച്ചു വരാം.